നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. പ്രതിസന്ധിയിൽ അയവില്ലാതെ. ഖത്തർ പ്രതിസന്ധി അയവില്ലാതെ തുടരവേ ആശങ്കയിലായി പ്രവാസികൾ. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമാന സർവീസ് നിർത്തിയതോടെ നാട്ടിലേക്ക് മടങ്ങാൻ മറ്റു രാജ്യങ്ങൾ വഴി ടിക്കറ്റ് എടുത്തവർ പ്രതിസന്ധിയിൽ. ആശങ്ക വേണ്ടെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്നും മന്ത്രി KT ജലീൽ. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പിണറായിയുടെ കത്ത്. ഖത്തറിലുള്ള 3 ലക്ഷം മലയാളികൾ ഉൾപ്പെടെ 6 ലക്ഷം ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആവശ്യം. ആശങ്കകൾ അകറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി. സൗദിയും UAEയും ഗതാഗത ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഒറ്റപ്പെട്ട ഖത്തറിന് സഹായ വാഗ്ദാനവുമായി ഇന്ത്യയും ശ്രീലങ്കയും. പ്രതിസന്ധി ഘട്ടത്തിൽ അവശ്യ സാധനങ്ങൾ ഖത്തറിലേക്ക് കൂടുതലായി ഇറക്കുമതി ചെയ്യുമെന്ന് പ്രഖ്യാപനം. സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ പിന്തുണയെന്നും ഇന്ത്യ. ആഞ്ഞടിച്ച് ഹൈക്കോടതി. ദേശീയപാതയോരത്തെ മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഉത്തരവ് വരും മുൻപ് മദ്യശാലകൾ തുറക്കാനുള്ള നീക്കം എന്തടിസ്ഥാനത്തിലെന്ന് ചോദ്യം. ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിക്കരുതെന്നും പറഞ്ഞത് ദേശീയപാതയിൽ പുനഃപരിശോധന നടത്തണമെന്നാണെന്നും കോടതി. ബാറുകൾ തുറക്കണമെന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടില്ല. മദ്യശാലകൾ ദേശീയപാതയിലാണെങ്കിൽ പൂട്ടണമെന്നും സർക്കാരിന് കോടതി നിർദ്ദേശം. കോടതിയുടെ ചുമലിൽ കയറി വെടിവെക്കാൻ നോക്കേണ്ടെന്നും നാളെ അന്തിമവിധി വരുന്നതുവരെ മദ്യശാലകൾ തുറക്കാൻ പാടില്ലെന്നും അന്ത്യശാസനം. കോടതി ഉത്തരവ് ദേശീയപാത പുനർനിർണയത്തിൽ എക്സൈസ് പൊതുമരാമത്ത് വകുപ്പുകൾ തമ്മിൽ ആശയക്കുഴപ്പം നിലനിൽക്കെ ഹൈക്കോടതി വിധിയിൽ ദുരൂഹത എന്ന VM സുധീരന്റെ പരാമർശത്തിലും കോടതിക്ക് അതൃപ്തി. ദുരൂഹത എന്ന പദം സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ എന്നും കോടതി. നിരോധനത്തിൽ കടുപ്പിച്ച്. പാതയോര മദ്യനിരോധനത്തിൽ കർശന നിലപാടുമായി കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതി വിധി പാലിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ഇതു സംബന്ധിച്ച് സെക്രട്ടറിമാർക്കും പൊതുമരാമത്ത് എഞ്ചിനീയർമാർക്കും ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ കത്ത്. വിധി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രം. അതിനിടെ പാതയോര മദ്യശാലകൾ പൂട്ടണമെന്ന വിധിക്കെതിരെ മന്ത്രി G സുധാകരൻ. സുപ്രീം കോടതി വിധി തിരുത്തുകയാണ് വേണ്ടത്. ഭരണഘടനാപരമായി മദ്യക്കച്ചവടം നടക്കട്ടെ. സർക്കാർ നയം മദ്യനിരോധനമല്ലെന്നും കച്ചവടം നിരോധിച്ചാൽ സംസ്ഥാനത്ത് വ്യാജമദ്യം ഒഴുകുമെന്നും മന്ത്രി. ചോര ചിന്തി അഫ്ഗാൻ. അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയിലുണ്ടായ സ്ഫോടനത്തിൽ 7 മരണം, 16 പേർക്ക് പരിക്ക്. പള്ളിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയർന്നേക്കും. ബോംബ് സ്ഥാപിച്ചിരുന്നത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലെന്ന് സൂചന. മെയ് 31-ന് തലസ്ഥാന നഗരമായ കാബൂളിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് 150 പേർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.